ആദ്യമായിട്ടാണ് ഒരു പാമ്പിനെ തോളിടുന്നത്. അത് നമ്മളെ ഇതിന്റെ പേര് മങ്കി കിടലട്ടോ. അടുത്ത ഏരിയ അടുത്ത. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇറ പാർക്ക്, പെരിന്തൽമണ്ണ MES കോളേജിൻ്റെ തൊട്ടടുത്തുള്ള മാലാപ്പറമ്പ് ഈ ഭാഗത്താണ് ഇറ പാർക്ക്. ഇറ പാർക്കിൻ്റെ അടിപൊളി കാഴ്ചകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പാർക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമുള്ള ഒരു ഏരിയയാണ്. എൻട്രി ഫീസ് വരുന്നത് 80 രൂപയാണ്. അപ്പോൾ നമ്മളതിന് അകത്ത് കയറിയിട്ട് അകത്ത് നിന്നുള്ള ആ തുടക്കത്തിലുള്ള ഒരു വ്യൂ കേട്ടോ, ഡ്രോൺ വൈയും അതുപോലെ താഴെ നിന്നുള്ളൊക്കെ ഒരു കാഴ്ചകൾ. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടുന്ന് അങ്ങോട്ട് കുട്ടികൾക്കുള്ള റൈഡുകളാണ്. പല ഐറ്റംസ് ഉണ്ട്, ഊഞ്ഞാലായിട്ടും എല്ലാം ഉണ്ട്. നമുക്കറിയാം ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുട്ടികൾ കണ്ടാൽ ഈ ഭാഗത്തുനിന്ന് അടുത്ത ഏരിയയിലേക്ക് കടക്കണമെങ്കിൽ സമയമെടുക്കും. അത്രയ്ക്ക് സെറ്റാണ് ഈ ഒരു സ്റ്റാർട്ടിങ് ഈ പോയിന്റ്. പാർക്കിൻ്റെ പ്രധാന ഹൈലൈറ്റ് ഇവിടെ ഒന്നല്ല കേട്ടോ, അതിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ്. നമ്മൾ നടന്ന് ആ ഏരിയയിൽ ഞങ്ങളെ കാണിക്കുക. അവിടെയാണ് അടിപൊളി പെറ്റ്സുകളും സ്നേക്ക്, ഫിഷ്, യമു, പലതരം നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയ പക്ഷികൾ, ഫിഷുകൾ. അപ്പോൾ അവിടുത്തെ നോക്കി കുതിര സവാരി കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഈ ഓഫ് റോഡ് നമുക്ക് ഗെയിമിങ് റിമോട്ട് ഉപയോഗിച്ച് നമ്മൾ കുട്ടികളൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആയിട്ടത്. നമ്മൾ ഓഫ് റോഡിനൊക്കെ കാണാൻ പോകുമ്പോൾ അവിടെയൊക്കെ ഇതിനുള്ള സജ്ജീകരിച്ചുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഈ റിമോട്ടിന് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കയറ്റിറക്കങ്ങളും അതുപോലെ ടയറൊക്കെ സെറ്റ് ചെയ്യാൻ മരങ്ങൾ, അങ്ങനെ ആ ചാടി പോകുന്ന രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളാണ് അവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങളെ കാണിക്കാൻ പോകും നമ്മൾ ബോട്ട് സവാരി കേട്ടോ. അടിപൊളിയാണ്, നല്ല വൈബാട്ടോ. ചുറ്റിലും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ബോട്ടിൽ കയറി നമ്മളിങ്ങനെ അത് ഓട്ടിച്ച് പോകുമ്പോൾ അതൊരു വേറെ തന്നെയാണ്. ബോട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒരു പ്രകൃതി കാഴ്ച പോലെ തന്നെ നമുക്ക് തോന്നിക്കും വിധത്തിലാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഫിഷിൻ്റെ ഒരു ഏരിയ ഇതാണ്. ഒരുപാട് ആളുകൾ ഈ ഫിഷ് നമ്മളെ കാലിനിങ്ങനെ കൊത്തുമ്പോൾ കൂട്ടത്തോടെ വന്ന് നമ്മളെ കാലിങ്ങനെ കൊത്തുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആ ഒരു സെക്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കണ്ടു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ കുളത്തിൽ ബിലാൽ കാണാം, കാർപ്പുകൾ കാണാം, അങ്ങനെ പല ഐറ്റം ഫിഷുകൾ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് തന്നെ ബിലാൽ ഇങ്ങനെ ഉയർന്നു വന്ന് കണ്ടപ്പോൾ ആ മനോഹരമായ ആ ഒരു വ്യൂ ആണ് ഇതാട്ടോ. നമ്മൾ പറഞ്ഞ കാലിൽ ഇങ്ങനെ കുറച്ച് നേരം കാലിങ്ങനെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഫിഷുകൾ വന്ന് നമ്മളെ കാലിനിങ്ങനെ കൊത്തിക്കൊണ്ട് നിൽക്കും. അത് നല്ലൊരു ഇക്കിളിപ്പെടുത്തുന്ന, കുട്ടികളൊക്കെ ചില ഭാഗത്തുനിന്ന് രസങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കുട്ടികളൊക്കെ കാലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു വ്യൂവും കൂടി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ഏരിയയിലേക്ക് നമുക്ക് എത്താനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഈ ഭാഗത്തെ ആ ഒരു വീഡിയോ കാണിച്ചിട്ട് നമുക്ക് പറഞ്ഞ പോലെ ആ ഭാഗത്തത്. അപ്പോൾ കൂടുതലായിട്ട് ഫിഷുകൾ നമ്മൾ ഇളക്കാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ വരും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനി ആ ഏരിയയ്ക്ക് പോകണം, അമ്പും ബില്ലും. അപ്പോൾ ഇത് നമ്മൾ ട്രെയിൽ നോക്കട്ടെ എത്രത്തോളം ആ കറക്റ്റ് പോയിന്റിൽ ടച്ചാവും റെഡിയാവും എന്നുള്ളത് നോക്കുകയാണ്. 2-3 ഞാനൊന്നണ്ട് വിട്ടോക്കി. അപ്പോൾ ഏകദേശം റൗണ്ടിന് അടുത്തെത്തിട്ടോ. ഇനിയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഏരിയ കേട്ടോ. ആ പെറ്റ്സിൻ്റെ ഒക്കെ ഒരു വിശാലമായ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ പെറ്റ്സ് ഏരിയയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പഴയ കാല നമ്മളൊന്ന് കുട്ടികൾക്കും എല്ലാവർക്കും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ ആയിട്ട് ഇവിടെ നമ്മുടെ ചട്ടി നിർമ്മാണം, പഴയ കാലത്ത് എങ്ങനെയായിരുന്നു മൺചട്ടികളൊക്കെ ഉണ്ടാക്കിയിരുന്നത്, അതുപോലെ ആ ഒരു സെറ്റപ്പിൽ തന്നെ അതിൻ്റെ ഒരു നിർമ്മാണ ഒരു വീഡിയോ നമ്മൾ കാണുന്നത്. മാത്രവുമല്ല നമ്മൾ വരുന്നവർക്ക് അവർ എങ്ങനെയാണ് ഇത് ചെയ്യൽ, എങ്ങനെയാണ് ഈ ചട്ടി ഉണ്ടാക്കുന്നതൊക്കെ നമുക്കും അങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. നമ്മൾ ആ പരിശീലനം കൂടി ഇവിടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു ഇത് കാണാൻ വന്ന ഒരു വിദ്യാർത്ഥിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ അകത്ത് കയറിയാലോ. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഓരോ കൗണ്ടറാണ്. കാരണം കിളികൾ പുറത്തേക്ക് പറക്കാതിരിക്കാനും വേണ്ടി ആദ്യം ഈ ഭാഗം ക്ലോസ് ചെയ്യും, പിന്നീട് ആ ഭാഗം തുറന്നിട്ട് നമ്മൾ അകത്ത് കയറല്. അങ്ങനെയൊക്കെ ഓരോരോ ഏരിയയ്ക്ക് എത്തും അങ്ങനെ കേട്ടോ. അതാണ് അപ്പോൾ ഇതിൻ്റെ മൊത്തമുള്ള മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇനിയാണ് നമ്മൾ പറഞ്ഞ ഏരിയയിൽ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം വിശദമായി. ഇവിടെ ഈ ഫസ്റ്റ് ഈ ഭാഗത്ത് 10-20ഓളം അതായത് ഫിഞ്ചസ് വെറൈറ്റീസിലുള്ള ഒരുപാട് ഐറ്റംസ് ആട്ടോ. ഒരുപാട് നമ്മൾ റയറായിട്ടുള്ള നല്ല കുറേ നേരം സ്പെൻഡ് ചെയ്താലേ നമുക്കിത് കാണാൻ പറ്റും. ഈ മരത്തിൻ്റെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി 20ഓളം മോഡൽ പല പക്ഷികളും ഈ ഭാഗത്തുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ വേറൊരു ഏരിയയിലേക്ക് നമ്മൾ കിടക്കുന്നത്. അതുപോലെ തന്നെ എന്നിട്ട് പിന്നെ ആ ഭാഗം ഇവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ആ ഭാഗം ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അല്ലെങ്കിൽ പക്ഷികൾ പറഞ്ഞതുപോലെ ഈ പെറ്റ്സുകളൊക്കെ ഇങ്ങനെ പാറി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ എത്തി. ഇവിടെ ഇത് ലോറി കിറ്റ്. ലോറി കിറ്റ്
ഇതൊരു പ്രത്യേകതരം പെറ്റ്സ് ആട്ടോ. ഇത് ലോറി കിഡ്സ് പറയും. അതായത് ഈ ഓസ്ട്രേലിയ ബേഡ്സ്. അതായത് ഇവരുടെ ഭക്ഷണം മാത്രമേ ഇവർ കഴിക്കുള്ളൂ, മറ്റുള്ളവരുടെ ഭക്ഷണമൊന്നും ഇവർ കഴിക്കാറില്ല. ഇവരുടേത് മാത്രം ഇവർ കഴിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു സെക്ഷനല്ല അത് നമ്മൾ ആ പാത്രത്തിൽ ഫീഡ് ചെയ്യുമ്പോൾ കണ്ടില്ല നമ്മുടെ കൈകളിലേക്കൊരു മുകളിലേക്കൊരു അടിപൊളി. അടുത്ത സെക്ഷനിൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഇനി അടുത്ത ഒരു ഏരിയ. കൂടുതൽ പെറ്റ്സുകളുണ്ട്. മാത്രവുമല്ല കേരളത്തെ സംബന്ധിച്ച് മറ്റുള്ള പാർക്കിനെ സംബന്ധിച്ച് കൂടുതൽ ഏരിയകളൊരു ഭാഗം കൂടിയാണ്. കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് ഒരുപാട് പക്ഷികൾ നമ്മളെ കയ്യിലെടുത്ത് ഫീഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൂടെയും ഇണക്കം ചേരുന്ന രീതിയിൽ തന്നെ കൂടുതൽ നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്ത് പക്ഷികളെ കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് പെറ്റ്സുകൾ ഇവിടെ ഉണ്ട്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, മോൺ പാരക്കീറ്റ് ഉണ്ട്, ബ്ലൂ തോട്ടഡ് കൊണോറ്, അങ്ങനെ കുറേ മോഡൽ പെറ്റ്സുകൾ ഏരിയ കേട്ടോ. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അവരുടെ കയ്യിൽ വെച്ച് അതുപോലെ തലയിലൊക്കെ നിൽക്കണ ആ വീഡിയോ. നമ്മോടൊപ്പം നമ്മളെ യാത്രയ്ക്ക് നമ്മുടെ 2 ക്യാമറമാരും ഉണ്ട്, സിനാനും സിനാദും, അതുപോലെ അസുവി റസ്വി ഉണ്ട്. എത്ര ഇത് ഓപ്പൺ ചെയ്തിട്ട് കട? ഇത് കഴിഞ്ഞ വെക്കേഷൻ അല്ല. എങ്ങനെയൊക്കെ ഉണ്ട്? ആളുകളൊക്കെ എത്തുന്നുണ്ടോ? കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടോ? ഇപ്പോൾ കുഴപ്പമില്ലാത്ത പ്രശ്നം എത്തും കാട്ടില്ല. തടിച്ച് വെള്ളം അടിച്ചത് ഇനി റസ്വാന്റെ കയ്യിലാണ് എന്തൊക്കെയോ കാട്ടു നോക്കുക. പേര് നടന്നു. ഏതായാലും ഒരു അടിപൊളി മതി. ഇത് പൂളി കടിച്ച് വേനോട് കൊത്തിട്ട് അപ്പോൾ അടുത്ത ഏരിയക്ക് പോകാനും ഇതുപോലെ തന്നെ ഒരു നെറ്റിൻ്റെ കൂടൊക്കെ ഉണ്ടാക്കി ഇവിടെ ക്ലോസ് ചെയ്തു. നമ്മളെല്ലാം അകത്ത് കയറി. ഇനി കേട്ടോ കിട്ടില്ല വിദേശ ബേഡ്സുകളുടെയും ഒരു വീഡിയോ നമ്മൾ കണ്ടത്. അപ്പോൾ അതുപോലെ ഇനി നമ്മൾ ഈ ഒരു സെക്ഷനിലാണ്. ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കാം. സെക്ഷൻ കണ്ടോ. ഇവിടെ ഗോൾഡൻ ഇതൊരു എലിൻ്റെ സെക്ഷൻ. എന്തിനാ പേര്? മനസ്സിന്റെ കൂടുതലേ കൈ അടിച്ചിട്ടാ. കൈ അടിച്ചു കുട്ടികളെ വലിയ അടിപൊളിയാ. മർമോസറ്റ് മങ്കി കിടലട്ടാ. ഓ ഇഗോന പൊളിച്ചു. ഓന്ത് മോഡല് അല്ലേ? ഇഗോനാന്ന് ഇതിൻ്റെ പേര്. ഇനി നമ്മൾ യമു അങ്ങനെ പാമ്പ്, പ്രാവ്, ഫീഡിങ് ഫിഷുകൾ, അങ്ങനെ ആട് മാടൊക്കെ ഉള്ള ആ ഒരു ഏരിയക്കാണ് ഇനി പോകാനുള്ളത്. അപ്പോൾ കണ്ടുക. ഇനി ആട് സെക്ഷൻ ആണെങ്കിൽ പിഗ്മി, സിങ്കോട്ട്, ബെന്ന, ടർക്കി കോഴികൾ സെക്ഷൻ. അതിൽ പല ഐറ്റം കളർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആട് സെക്ഷൻ കണ്ടു. അതാണ് പിഗ്മി കൊടുക്കടി. ബാർബൈ. അപ്പോൾ ഓരോ വെറൈറ്റീസ് ആണ് നമ്മൾ കണ്ടത്. ടർക്കി കോഴിയൊക്കെ റയറായിട്ട് അപൂർവങ്ങളിൽ കാണപ്പെടുന്ന തരം ടർക്കി കോഴികളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ബ്ലൂ കളറുണ്ട്, റെഡ് കളറുണ്ട്, അതുപോലെ കുതിര ഈ ഭാഗത്ത്. ടർക്കി കോഴികൾ ഇവിടെ ഒരു 4-5 സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് മോഡലുണ്ടാവും. ഒരുപാട് വെറൈറ്റീസ് കളറിൽ തന്നെ ഇവിടെ ഓരോ ബ്ലോക്കാക്കി വെച്ച് പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി കാണാനുള്ളത് യമൂൻ്റെ സെക്ഷനും അതുപോലെ ഒട്ടകം അതൊക്കെയാണ്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ പാമ്പിൻ്റെ ഏരിയയിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ടർക്കിൻ്റെ ഒരു ഏരിയ തന്നെയാണ്.
അടുത്തതാ കണ്ടോളി. ഒട്ടകം ഇവിടെ കെടുക്കാട്ടോ. അപ്പോൾ അതിന് എണീക്കണില്ല. അകത്ത് വയറ് നിറച്ച് ഫുഡ് കഴിച്ച് ഇരിക്കാന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എണീക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ നമ്മളെ യമു പല മോഡൽ കേട്ടോ. ഇത് വലിയൊരു ഐറ്റംസാണ് ഈ ഒരു ഭാഗത്ത്. അതുപോലെ ആ ഒരു ഏരിയക്കൊക്കെ ഇവിടെ അതിൻ്റെ കുഞ്ഞുങ്ങളും അങ്ങനെ ചിറക് വിടർത്തി നിൽക്കുന്ന ആ കാഴ്ച നോക്കി അടിപൊളിയായിട്ടോ കാണാൻ. 1 2 3 4 കുട്ടികളുണ്ടല്ലേ? അത് കുട്ടികൾ. ഇത് അഗ്രികണനല്ല. എന്റെ അമ്മ അവൻ കണ്ടില്ലേ? ക്യൂട്ട്. എന്തായാലും ഭംഗിയാക്കി അത് നോക്കണോക്കണേ. ഹായ്. ഇനി കുറച്ച് പ്രാവുകൾ കാണിച്ചേട്ടോ. പല മോഡലെ പ്രാവുകള് നോക്കിയാലേ. അതിന്റെ ബാക്ക് വിടർത്തി ചിറക് വരുത്തി അതിന്റെ മുൻവശമൊക്കെ. പ്രാവ് സെക്ഷനാണ് നമ്മളിപ്പോ കാണുന്നത്. ഇനി അടുത്ത ഏരിയ പോയൊക്കെ എന്തൊക്കെയുണ്ടെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒന്നും നോക്കല്ലേ. അപ്പൊ ഓരോരോ ഏരിയ കണ്ട് പ്രാവിന്റെ സെക്ഷനിലെത്തി. സോക്സിട്ട പ്രാവ്, വീണ്ടും സോക്സ് കൂട്ടിട്ട പ്രാവ്. റെപ്റ്റൈൽസ് റൂം, അതിൻ്റെ അകത്തുള്ള ആ ഒരു ആണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത്. അടിപൊളിയാട്ടോ. പാസ്റ്റിൽ ബോൾ, പൈത്താൻ മുതൽ അങ്ങോട്ട് വരുന്ന ഒരുപാട് പാമ്പുകളാണ്. മെക്സിക്കൻ ബ്ലാക്കിംഗ്, കോൺസനേറ്റ്, മൈൽസ് വെയിൽഡ്, എഗ് ജോബ്, സുഗർ ലൈറ്റില് 8 കാലി ഐറ്റംസ്. അപ്പോൾ ആ ഒരു ഏരിയത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ നമുക്കിത് കയ്യിൽ പിടിക്കാം. തലയിലും തോളിലും കൗത്തിലൊക്കെ ചിറ്റിയൊക്കെ ഇടാൻ കഴിയട്ടോ. അപ്പോൾ ഇത് ഇവിടുന്ന് നമ്മൾ പുറത്ത് പോയതിന് ശേഷം നമ്മൾ കാണിച്ചു കേട്ടോ. അതിലേക്കുള്ള ആ പാമ്പുകളൊക്കെ ഒന്ന് പറഞ്ഞ പാമ്പുകളൊക്കെ മൊത്തത്തിലൊന്ന് കാണിക്കാം. കണ്ടോക്കി. ഇത് രാജമ്പാല ഉദയം തരലേ നമ്മളെ കയ്യിലെടുക്കുക. 8 കാലിതാ. അപ്പൊ ഓരോരോ സെക്ഷനാണ്. പാമ്പ് സെക്ഷനില് എലി, വൈറ്റ് എലി. റസ്വന്റെ കൗത്തിൽ പാമ്പിന് നട്ടോക്കുക. ഒന്ന് ചൊറാഞ്ഞാൽ മതി. അങ്ങനെ അപ്പൊ മാലിട്ടെടുത്ത് റസ്വക്ക് നമ്മളെ ക്യാപ്റ്റൻ നക്കുണ്ട്. ഇതെന്ത് സാധനം കഴിക്കാം? മലമ്പാമ്പ്. ഇത് വിഷം ഉണ്ടാവില്ല അല്ലേ? ഇല്ലല്ലേ? ഇന്നടുക്ക അടുത്ത് ഞാൻ കിട്ടോട്ടെ. ഇത് മലമ്പാമ്പ്. ഒരു മലമ്പാമ്പാണ്. ഇതിന് വിഷം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പാമ്പ് സെക്ഷനിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് കണ്ടു. അതിലിപ്പോൾ നമ്മളെ കൗത്തിലൊന്ന് നമ്മുടെ പഴനേസ് ഇട്ടെന്ന് കേട്ടോ. ഓക്കെ, സെറ്റാണ്. അപ്പോൾ അടുത്തൊന്നും കൂടി തരാൻ അറിയാം. നോക്കാം നമ്മൾ. അപ്പോൾ അടുത്ത് ബ്ലാക്ക്, ഇതിന് വരുന്നത് മെക്സിക്കൻ ബ്ലാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഐറ്റംസ് കൂടി നമ്മളെ കൗത്തിൽ തന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഒരുപാട് ഐറ്റം ഈ സെക്ഷനിൽ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇത് ഇതാവില്ലല്ലോ. ആദ്യമായിട്ടാണ് ഒരു പാമ്പിനെ തോളിടുന്നത്. അത് നമ്മളെ ഏരിയ അതൊരു പേടിയാണ്. അപ്പോൾ കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ്. പാമ്പുകളും അതുപോലെ പെറ്റ്സുകളും നമ്മൾ പ്രാവുകൾ, അങ്ങനെ ഒരുപാട് സെക്ഷൻ കണ്ടു. അതുപോലെ വേറെ ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയ കൂടി കാണിക്കാം. അപ്പോൾ ഞാൻ നിർത്തരുത്, ഈ ഏരിയ നിർത്തിയിട്ടാ പിടിച്ചു എല്ലായിടത്തോളി. ഇനി വേറെ ആയിട്ടുണ്ടോ? വേറെ ആയിട്ടുണ്ടോ? സിനാദിന്
ഭയങ്കര ധൈര്യവാനാണ്. നമുക്ക് ആദ്യം ബേബി ഇതൊരു വെറൈറ്റീസാണ്. ഈ പാമ്പ് സെക്ഷനിൽ ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. നാവിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാവിലെ കൊണ്ടുവിടുക. സിനാദ് പോണോ ഇനി അടുത്ത ഏരിയയിലേക്കാണ് പോണത്. എന്താണെന്നറിയില്ല, പോയൊക്കെ കൈ കൂടി കൂടിയാ കൈ കൂടി അതൊന്നും അടുത്തൊരു സെക്ഷനിലാണ്. അടുത്തൊരു സെക്ഷൻ ഇതൊക്കെ ഐറ്റംസ് ഇതല്ലേ നമ്മൾ കാർപ്പല്ലേ കാർപ്പ് 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 കളത്തിൽ വീശി വിട്ടോ. കാർപ്പ് 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 ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ പെറ്റ്സിൻ്റെ അവിടെ ഇങ്ങനെ തുടങ്ങി പാമ്പ്, ആട്, കുതിരയും ഒട്ടകം അങ്ങനെ പോകുന്നപ്പോൾ ഫിഷിൻ്റെ ഏരിയയിലെത്തി. അപ്പോൾ ഈ ഏരിയയിലെല്ലാം കണ്ട് ഒരുപാട് വെറൈറ്റീസുകളാണ് ഈ ഒരു ഏരിയയുള്ളത്. ഇനി അപ്പോൾ ഓക്കെ, യറാ പാർക്കിൻ്റെ സ്റ്റാർട്ടിങ് തുടക്കം മുതൽ നമ്മൾ ഈ ഏരിയ വരെ ഞങ്ങളെ കാണിച്ചിട്ടോ. പാർക്കിലെ ഒക്കെ കാണാൻ നല്ല അടിപൊളി, നല്ല വൈബോട് കൂടി നല്ല എല്ലാ പെറ്റ്സൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ നമ്മളെ ഇതിൻ്റെ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളിതാണ് ഏതെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ, ഇൻഷാ അല്ലാഹ്.